അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഫങ്ഷൻസും അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഫങ്ഷൻ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം? റിലേഷനും അതിൻ്റെ റിലേഷൻസ് ആൻഡ് റൂൾസും സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും എല്ലാം അറിയണം. ഇതൊക്കെ തന്നെയാണ് ഫങ്ഷൻസിനകത്ത് വരുന്നത്. ബേസിക്കലി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻ തന്നെയാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. ഇവിടെ എന്തേ വരത്തുള്ളൂ? ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു സെറ്റിലോട്ട് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിലും ബിക്കകത്ത് എത്ര ഇമേജേ പാടുള്ളൂ? 1 ആൻഡ് ഓൺലി 1 ഇമേജേ പാടുള്ളൂ. ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് ഉള്ള എല്ലാ എലമെന്റ്സിനും എയിൽ എത്ര ഇമേജ് പാടുള്ളൂ? ഒരൊറ്റ ഇമേജേ പാടത്തുള്ളൂ. എക്ക് അങ്ങോട്ട് എത്ര റിലേഷൻ വേണം ആവാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അതായത് എന്ന് അങ്ങോട്ട് എത്ര റിലേഷൻ ആവാൻ പാടില്ല. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ് കാണിച്ചു തരാം. എക്സാമ്പിൾ ഇവിടെ 1ഉം 2 അല്ലെങ്കിൽ വേണ്ട, 1ഉം 2 വേണ്ട, നമുക്കിവിടെ എയും ബിയും, ഇവിടെ 1ഉം 2. ഇതെന്ന് പറയുന്നത് ഒരു സെറ്റ്, ഇതെന്ന് പറയുന്നത് വേറൊരു സെറ്റ്. ഇപ്പൊ ഇവിടെ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ട് റിലേഷൻ ഉണ്ട്, എയിൽ നിന്ന് 1ലോട്ട് റിലേഷൻ ഉണ്ട്. എയിൽ നിന്ന് പിന്നെ എന്തിലോട്ടും ആവാൻ പാടില്ല? 2ലോട്ടും ആവാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ 2നും 1നും ഉള്ള ഇമേജ് എന്തായിരിക്കും? 2ന്റെ 1ന്റെ ഇമേജ് ആയിരിക്കും എന്ത്? എ. ഇങ്ങനെ വരാൻ പാടില്ല. അതായത് ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു എലമെന്റിന് എയിൽ എത്ര ഇമേജ് വരാൻ പാടില്ല? 2 ഇമേജ് കൂടുതൽ, 2 കൂടുതലോ ഇമേജ് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതെന്തല്ല? അത് ഒരു ഫങ്ഷൻ അല്ല. അതൊരു ഫങ്ഷൻ അല്ല. പക്ഷെ നമുക്ക് എങ്ങനെ വരാം? ഒന്നും കൂടെ വരയ്ക്കാം. എന്താ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ എയും ബിയും, ഇവിടെ 1ഉം 2ഉം. ഇവിടെ എങ്ങനെ വരാന്ന് വെച്ചാൽ എക്ക് 2 എണ്ണം വരാൻ പാടില്ല, പക്ഷെ ഇതാ എന്ന് 1ലോട്ടുണ്ട്. അതേപോലെ തന്നെ ബിന്ന് എന്തിലോട്ടുണ്ട്? 1ലോട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് കുഴപ്പമില്ല. എയിൽ എത്ര ഇമേജ്? 1ന്റെ ഇമേജ് എയും ബിയും ആണെന്ന് പറയാൻ കുഴപ്പമില്ല. പക്ഷെ എക്ക് തന്നെ 2 ഇമേജ് വരാൻ പാടില്ല. ഇപ്പൊ നമ്മള് മനസ്സിലായല്ലോ, എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എ കോമ 1 എന്ന് കിട്ടും. അതേപോലെ ബി കോമ 1 എന്ന് കിട്ടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തില്ല? കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എങ്ങനെ വരാൻ പാടില്ല? എ 1 ആണ്, എ 2 ആണ്. ഇങ്ങനെ ആദ്യത്തെ എലമെന്റ് 2 പ്രാവശ്യം വരാൻ പാടില്ല. പക്ഷെ രണ്ടാമത് കിടക്കുന്ന y എന്ന് നമ്മൾ y ആയിട്ട് എടുക്കുന്ന എലമെന്റ്സ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാലും, അത് സെറ്റിന്റെ അകത്ത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആദ്യത്തെ കിടക്കുന്ന എലമെന്റിന് എത്രേ വരാൻ പാടുള്ളൂ? ഒരു ഇമേജേ വരാൻ പാടുള്ളൂ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, റൂളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ഈസ് സെഡ് ടു ബി എ ഫങ്ഷൻ if every element of A has one and only one image in B എന്നാണ് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന എലമെന്റ്, എക്കകത്തുള്ള എല്ലാ എലമെന്റിനും ഒന്നോ അതോ ഒരൊറ്റ എലമെന്റ് മാത്രമേ, ഒരൊറ്റ ഇമേജ് മാത്രമേ അതിൽ പാടുള്ളൂ, ബി എന്ന് പറയുന്നതിൻ്റെ അകത്ത് പാടുള്ളൂ. അതാണ് ഇത്. എക്ക് 2 ഇമേജ് വരാൻ പാടില്ല. ഇവിടെ എയുടെ ഇമേജ് 1ഉം 2ഉം ആയിപ്പോവും. 1ഉം 2ന്റെ ഇമേജ് ആയിപ്പോവും എ. അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ഇവിടെ എങ്ങനെ വരാം? എക്കും ഒരു കോമൺ എലമെന്റ് ആയിരിക്കും വരുന്നത്, റിലേഷൻ കാണുന്നത്. രണ്ടാമത്തെ ബി എന്ന് പറയുന്നതിനും ആ സെയിം എലമെന്റിന്റെ ഇമേജ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ വരണോണ്ട് കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് ഫങ്ഷൻ. ഈ ഫങ്ഷൻ നമുക്ക് ഉപയോഗിക്കുന്നത് എഞ്ചിനീയറിംഗിനും ഫിസിക്സിനും എക്കണോമിക്സിനും മെഷീൻ ലേണിങ്ങിനും എല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെറ്റ് എൻ. ഈ എൻ ഒക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ ഇവിടുത്തെ സെറ്റ് എന്താണ്? നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ, നാച്ചുറൽ നമ്പറിന്റെ അകത്ത് വരുന്നത് സെറ്റാണ് എൻ. അപ്പൊ 2 സെറ്റിന്റെ അകത്ത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് തൊട്ട് വരും? 1 തൊട്ട് ഇൻഫിനിറ്റി വരെ വരും. അപ്പൊ ഈ സെറ്റ് അതിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. n to n ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിവിടെ. അതിന്റെ റിലേഷൻ പറയുന്നത് എന്താണ്? റിലേഷന്റെ പോയിന്റ് എന്താണ്? y ഈക്വൽ ടു 2x.
ഇപ്പോൾ എക്സ് ഇപ്പോൾ 1 ആണെങ്കിൽ വൈ എന്തായിരിക്കണം? 2 ആയിരിക്കണം. അതേപോലെ എക്സ് ഇപ്പോൾ 2 ആണെങ്കിൽ വൈ എന്തായിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇങ്ങനെയായിരിക്കും ഇപ്പോൾ പോകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സ് 1 ആണെങ്കിൽ വൈ 2 ആവും. വൈ ഇപ്പം എക്സ് 2 ആണെങ്കിൽ വൈ എന്താവും? 4 ആവും. ഇങ്ങനെ പോകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ളത്, നമുക്കിപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഡൊമെയിൻ ആയിരിക്കും. ഡൊമെയിൻ കണ്ടുപിടിക്കാൻ ഇപ്പം ചോദിക്കാം. ഡൊമെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും? 1, 2, 3, 4 ഇങ്ങനെയല്ലേ പോകത്തുള്ളൂ. എന്ത് മാറില്ല? ഫസ്റ്റ് സെറ്റിലുള്ളത് എന്താ? എക്സിന്റെ വാല്യൂ എന്തൊക്കെ തന്നെ കൊടുക്കുകയുള്ളൂ നമ്മൾ. 1 തൊട്ട് നാച്ചുറൽ നമ്പർ 1 തൊട്ട് എന്ത് വരെ കൊടുക്കത്തുള്ളൂ? 1 തൊട്ട് നമ്മൾ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഡൊമെയിൻ എന്ത് തന്നെയായിരിക്കും? n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിൻ്റെ അകത്ത് തന്നെയായിരിക്കും ഡൊമെയിൻ വരുന്നത്. പക്ഷേ കോഡൊമെയിൻ വരുന്നത് എന്തിലായിരിക്കും? കോഡൊമെയിൻ എന്തിന് വരും? കോഡൊമെയിൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊമെയിൻ എന്താണോ വരുന്നത് അത് തന്നെയല്ലേ കോഡൊമെയിൻ വരുന്നത്. നമുക്ക് എന്നിന്ന് എന്നിലോട്ടല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡൊമെയിൻ എന്തായിരിക്കും? n ആയിരിക്കും. ഇത് n ആവാൻ എപ്പോഴും n ആവണമെന്നില്ല. പക്ഷേ ഇവിടെ എന്ത് തന്നെയാണ്? n തന്നെയാണ്. 1, 2, 3 എക്സിന് ഏത് വാല്യൂസ് ആണ് കൊടുത്തു പോകുന്നത്? നമ്മൾ n എന്ന് പറയുന്ന വേരിയബിൾ, n എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്തുള്ള വേരിയബിൾസ് ആണ് കൊടുത്തു പോകുന്നത്. അപ്പോൾ അത് 1, 2, 3, 4, 5, 6 അങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പം ഡൊമെയിൻ എന്ത് തന്നെയാവും? n ആവും. കോഡൊമെയിൻ എന്ത് തന്നെയാവും? n ആവും. പക്ഷെ ഇവിടെ റേഞ്ച് വരുമ്പോൾ എങ്ങനെ വരും? റേഞ്ച് വരുമ്പോൾ എന്താ വരുന്നത്? എക്സ് 1 ആണെങ്കിൽ വൈ 2 ആയിരിക്കും. അതേപോലെ അടുത്തതിൽ എക്സ് 2 ആണെങ്കിൽ വൈ 4 ആയിരിക്കും. അടുത്തതിൽ എക്സ് 3 ആണെങ്കിൽ വൈ 6 ആയിരിക്കും. അപ്പം എങ്ങനെയാണ് പോകുന്നത്? 2, 4, 6, 8, 10 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഇതിൻ്റെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും എന്ത്? ഈ സെറ്റിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സെറ്റിൽ എന്തൊക്കെ എഴുതാൻ ചോദിക്കും? ഡൊമെയിൻ എഴുതാൻ ചോദിക്കും, കോഡൊമെയിൻ എഴുതാൻ ചോദിക്കും, റേഞ്ച് എഴുതാൻ ചോദിക്കും. നമുക്ക് ഇതിൽ ആരോ ഡയഗ്രം വരയ്ക്കാൻ പറയത്തില്ല, കാരണം ഇത് ഇൻഫിനിറ്റി വരെ പോകുന്ന സെറ്റാണ്. അപ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ട് ആരോ ഡയഗ്രം ഫുള്ളായിട്ട് വരച്ച് തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ എന്ത് ചോദിക്കാത്തത്? ആരോ ഡയഗ്രം ചോദിക്കാത്തത്. ഇതേപോലെ n മാത്രമല്ല, പോസിറ്റീവ് ഇൻറ്റിജേഴ്സോ നെഗറ്റീവ് ഇൻറ്റിജേഴ്സോ അങ്ങനെ എന്ത് വേണോ ചോദിക്കാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നാച്ചുറൽ നമ്പറിൻ്റെ അടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതേപോലെ ഹോൾ നമ്പർ വരാം, എന്ത് വേണോ വരാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ, ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഫംഗ്ഷൻ, ഇവിടെ റിലേഷൻ തന്നിട്ടുണ്ട്. ഒരു 3 ക്വസ്റ്റ്യനിൽ റിലേഷൻ തന്നിട്ടുണ്ട്. ഇത് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം പറഞ്ഞേക്കുന്നത് ഇവിടെ എ എന്ന് പറയുന്ന എലമെന്റ്, ആദ്യം നമ്മൾ ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ആദ്യം എക്സിന്റെ സ്ഥാനത്ത് വരുന്ന എലമെന്റ്സ് ഇവിടെ റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. എക്സിന്റെ സ്ഥാനത്ത് വരുന്ന ഇവിടെ 2ഉം ഇവിടെ 3യും ഇവിടെ 4ഉം ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ആവുന്നില്ല. റിപ്പീറ്റ് ആവില്ലെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? അതിനൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ 1 എന്ന് പറയുന്നതിന്റെ ആൻസർ എന്താണ്? 1ന്റെ ആൻസർ എന്താണ്? 1 ഈസ് എ ഫംഗ്ഷൻ ആണ്. 1ന്റെ ആൻസർ എന്താണ്? അതൊരു ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് രണ്ടാമത്തെ y എന്ന് പറയുന്ന എലമെന്റ് അവിടെ റിപ്പീറ്റ് ആവണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. റിപ്പീറ്റ് ആവണമെങ്കിലും അല്ലെങ്കിലും എന്ത് തന്നെയാണ്? അതൊരു ഫംഗ്ഷൻ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആദ്യം 2 ആണ്. ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 പ്രാവശ്യം മാറുന്നുണ്ട്. പിന്നെ അടുത്ത 3യും 4ഉം ആണ്. പക്ഷേ ഒരു എലമെന്റ്, അതായത് ഫസ്റ്റ് എക്സിന്റെ സ്ഥാനത്ത് വരുന്ന ഒരു എലമെന്റ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അത് എന്തല്ല? അതൊരു ഫംഗ്ഷൻ അല്ല. അപ്പൊ ഈസ് നോട്ട് എ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തത് എന്തല്ല? ഒരു ഫംഗ്ഷൻ അല്ല. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഇവിടെ 1 ആണ് ആദ്യം, രണ്ടാമത് 2, 3 3, അടുത്ത 4, അടുത്ത 5, അടുത്ത 6. ഇതെല്ലാം എന്താണ്? ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആകുമ്പോൾ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഈസ് എ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ആണോ അല്ലയെന്ന് കണ്ടുപിടിക്കാൻ റോസ്റ്റർ ഫോം തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? അതിന്റെ എക്സിന്റെ സ്ഥാനത്ത് വരുന്ന എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യണുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്? ഒരു ഫംഗ്ഷൻ ആണ്. ഇത്രയേ ഉള്ളൂ അത് കണ്ടുപിടിക്കാൻ. അത് നല്ല എളുപ്പമാണ്. ഫംഗ്ഷൻ ആണോ അല്ലയെന്ന് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഫംഗ്ഷൻസും അതിന്റെ ഗ്രാഫും ഒക്കെയാണ്. അതായത് ആദ്യം വരുന്നതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇപ്പൊ എഫ് ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴും എന്തിന്? എക്സ് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ഇവിടെ എന്ത് തന്നെ കിട്ടത്തുള്ളൂ? എക്സ് തന്നെ ആയിരിക്കും. ആ വാല്യൂ തന്നെ ആയിരിക്കും കിട്ടുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതായത് നമ്മൾ അതിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്ന, ലെറ്റ് ആർ ബി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. അതിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ആർ
ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ബൈ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ വൈ എന്ന് വിളിക്കുന്നത്. അത് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. അപ്പൊ എക്സും വൈയും ഈക്വൽ ആണ്. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ഗ്രാഫിൽ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. എക്സും വൈയും ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കും നമ്മൾ? നമുക്ക് ഇതൊന്ന് വരച്ച് കാണിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഞാൻ ഇതിപ്പോൾ ഒരു ആക്സസ് മാത്രം വരയ്ക്കാം. ഇവിടെ ഇവിടെ ഞാൻ 1 2 3 ഇവിടെ ഞാൻ 1 2 3 മാർക്ക് ചെയ്താൽ ഇവിടെ എനിക്ക് എക്സും വൈയും എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ്. അപ്പൊ എക്സ് വൈ എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. എക്സ് കോമ വൈ. എക്സ് വൈ 1 ആണെങ്കിൽ വൈയും 1 ആണ്. എക്സ് 2 ആണെങ്കിൽ വൈയും 2 ആണ്. എക്സ് 3 ആണെങ്കിൽ വൈയും 3 ആണ്. അപ്പൊ നമ്മൾ അത് ചേർത്ത് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ലൈൻ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ ഗ്രാഫിൽ മൈനസും നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം കൂടെ വരുമ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് ഇത്. അതിലാണ് നമ്മൾ വരച്ച് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വരച്ച് കാണിച്ചത്. ഇത് ഫുള്ള് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ആയിരിക്കും വരുന്നത്. ഇവിടെ എക്സ് എത്ര തന്നെയാണോ അത് തന്നെയായിരിക്കും വൈ. ഇവിടെ എന്ത് തന്നെ ഇത് ഇങ്ങനെയും കൂടെ വരാത്തതിന് കാരണം ഇവിടെ ഇവിടെ ഈ പോയിന്റ് എടുത്താൽ എക്സ് എന്തായിരിക്കും? -2, വൈ എന്താണ്? 2 ആണ്. അതേപോലെ ഇവിടത്തെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ എക്സ് എന്താണ്? 2 ആണ്, വൈ -2 ആണ്. നമുക്ക് എന്ത് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ, അപ്പൊ എക്സ് 2 ആണെങ്കിൽ വൈയും 2 പറഞ്ഞാൽ, എക്സ് -2 ആണെങ്കിൽ വൈയും എന്ത് തന്നെ പറഞ്ഞാൽ -2 പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രാഫ് വരാത്തത്. അപ്പം അത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത് പറഞ്ഞതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ ഉണ്ട്. നമുക്ക് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കിട്ടുന്നത് വൈ ആണ്. എഫ് ഓഫ് എക്സ്, അപ്പോൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? സി ആയിരിക്കും കിട്ടുന്നത്. ഫംഗ്ഷൻ ഓഫ് എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൈ എന്ന് നമുക്ക് മറ്റേ റിലേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്തു? ആർ എന്ന് ഡിനോട്ട് ചെയ്തു. ഇതിന് എന്തെന്ന് ഡിനോട്ട് ചെയ്യും? എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പം വൈ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് അറിയാം കോൺസ്റ്റന്റ് ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? ആ വാല്യൂ മാറാതെ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഒരു കറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ തന്നെ ഇങ്ങനെ ഗ്രാഫ് പോകുന്നതിനെയാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ കിട്ടുന്നത്. ഇവിടെ ഞാൻ ഈ ഇതിൽ കാണിച്ചേക്കുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3, അതായത് ഇവിടെയാണ് ഈ 4ന്റെ 2ന്റെ ഇടയ്ക്കാണ് എന്ത് വരുന്നത്? 3 എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ആ പോയിന്റിൽ കൂടെ ആ 3 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യത്തില്ല? മാറേയില്ല. എപ്പോഴും എന്തേ കിട്ടുള്ളൂ? വൈയുടെ വാല്യൂവിന് എപ്പോഴും എന്തേ കിട്ടത്തുള്ളൂ? 3 എന്ന് പറയുന്ന പോയിന്റേ കിട്ടത്തുള്ളൂ. എക്സിന്റെ വാല്യൂ നമ്മളിപ്പോൾ ഏത് കൊടുത്താലും നമുക്ക് വൈയുടെ ആൻസർ എന്ത് തന്നെ കിട്ടത്തുള്ളൂ? 3 തന്നെ കിട്ടത്തുള്ളൂ. ഇവിടെ എഫ് ഓഫ് എക്സ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുത്താലും എനിക്ക് എന്തേ കിട്ടുള്ളൂ? 3 കിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 കൊടുത്താലും എനിക്ക് എന്തേ കിട്ടുള്ളൂ? 3 കിട്ടുള്ളൂ. അതേപോലെ ഇവിടെ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? ആ സെയിം വാല്യൂ, അതായത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അതിലിപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 1 കിട്ടുള്ളൂ. ഇവിടെ 2 കൊടുത്താൽ ഇവിടെ 2 കിട്ടുള്ളൂ. ഇവിടെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വന്നപ്പം എക്സിന്റെ വാല്യൂ നമ്മൾ ഏത് ഇട്ട് കൊടുത്താലും വൈയുടെ വാല്യൂ എന്ത് തന്നെ കിട്ടത്തുള്ളൂ? ഒരു ഫിക്സഡ് ആയിട്ടുള്ള സി എന്ന് പറയുന്ന വാല്യൂവിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ റിയൽ ഫംഗ്ഷൻ. ഈ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും റിയൽ അല്ല, റാഷണൽ ഫംഗ്ഷൻ, സോറി തെറ്റിപ്പോയതാണ്. റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റാഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റാഷണൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ്. അപ്പൊ ഞാൻ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് കൊടുത്താലും എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? എക്സ് തന്നെ കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറിലാണ് നമുക്ക് സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഞാൻ ഇവിടെ കുറച്ച് വാല്യൂസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടേബിൾ വരച്ച് ഈ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയാണ് ഈ ടേബിൾ എടുത്തത്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വാല്യൂസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എക്സിന്റെ വാല്യൂ -2 ആണെങ്കിൽ ഇവിടെ 1/x എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? എക്സിന്റെ വാല്യൂ -2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ 0.05 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഹാഫ് ആയിരിക്കും കിട്ടുന്നത്. എന്താ മൈനസ് അല്ല 1/-2 എന്നായിരിക്കും കിട്ടുന്നത്. അതിന് നമ്മൾ 0.05 എന്ന് എഴുതാം.
അതാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുത്തത്. അതേപോലെ ഇനി ഇവിടെ -1.5 എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് -0.67 എന്നായിരിക്കും കിട്ടുന്നത്. 1/-1.5 എന്ന് എടുക്കുമ്പോൾ. അതേപോലെ +1/-1 എന്ന് എടുക്കുമ്പോൾ, ഇവിടെ പ്ലസ് വേണ്ട, 1/-1 എന്ന് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -1 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് തന്നെ? -1 തന്നെ. -1 തന്നെ. ഇനി അടുത്ത് 0.5 -0.5ന്റെ ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? -2. ഇവിടെ -2 വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.5 കിട്ടി. അപ്പോൾ അതിനെ തിരിച്ച് വീണ്ടും എടുത്താൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? -2 കിട്ടുള്ളൂ. ഇനി അടുത്ത് 0.25 എടുത്താൽ നമുക്ക് എന്തായിരിക്കും? ഇതിന്റെ പകുതിയാണ്. ഇതിന്റെ പകുതിയാകുമ്പോൾ അതിന്റെ ഇരട്ടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ എന്താണ്? മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ -2 വന്നു. ഇവിടെ മൈനസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് വരും? 4 വരും. അതേപോലെ തന്നെ ഇവിടെ മൈനസ് ഇല്ല, അപ്പോൾ ഇവിടെ എന്ത് വരും? 2 വരും. 1ന്റെ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇനി 1.5ന്റെ എന്തായിരിക്കും? ഇവിടെ -0.67 ആണെങ്കിൽ ഇവിടെ 0.67 ആയിരിക്കും. 2ന്റെ എന്തായിരിക്കും? 0.5 തന്നെ ആയിരിക്കും. ഇത് വെച്ചിട്ട് വരയ്ക്കുന്ന ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോകുന്നത്. ഇങ്ങനെ പോകുന്ന ഗ്രാഫാണ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്നത്? റാഷണൽ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ റാഷണൽ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പോളിമർ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു പോളിനോമിയൽ ആയിട്ടുള്ള ഒരു നമ്പർ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x² + 2x + 3 എന്നോ x³ + 2x + 7 എന്നോ ഇതേപോലെ എക്സിന്റെ പവറിൽ നമ്പേഴ്സ് വരുന്നതിനെ എല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. പോളിനോമിയലൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ടായിരിക്കും. പോളിനോമിയൽ ഇങ്ങനെയാണ് പോകുന്നത്: ax0 + a1x + a2x² അങ്ങനെ പോയി x⁻n വരെ പോകുന്നതിനെ പറയുന്ന പേരാണ് പോളിനോമിയൽ. ആ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഗ്രാഫാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി x² എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എക്സിന്റെ വാല്യൂ x⁻2 അതായത് x²ന്റെ ഗ്രാഫ് എങ്ങനെ വരുമെന്നാണ്. നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷന്റെ എല്ലാ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഒരു പരാബോളിക് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അത് നമുക്കൊന്നും കൂടെ വരച്ചെടുക്കാൻ ഇത് ചെയ്താൽ മതി. 4ന്റെ സ്ക്വയർ എന്ത് തന്നെയായിരിക്കും? -4 × -4 മൈനസും കട്ടായി പോകും. എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. അതേപോലെ 3ന്റെ -3 × -3 9 എന്ന് കിട്ടും. -2 × -2 4 എന്ന് കിട്ടും. 1 എന്ന് കിട്ടും. 0 തന്നെ 1 4 9 16 ഇങ്ങനെയാണ് അതിന്റെ വാല്യൂസ് കിട്ടുന്നത്. അത് വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് ഷേപ്പിലായിരിക്കും കിട്ടുന്നത്? പരാബോളയുടെ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ പോളിമർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഗ്രാഫാണ് പരാബോളിക് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 വാല്യൂസ് ആയിരിക്കും പോകുന്നത്. അതായത് 0 to ഇൻഫിനിറ്റി വരെ ഒരു വാല്യൂവും -തൊട്ട് -ഇൻഫിനിറ്റി വരെ ഒരു വാല്യൂ, അല്ലെങ്കിൽ തിരിച്ചാവാം. ഇവിടെ 1 തൊട്ട് ഇൻഫിനിറ്റി വരെയോ അത് 0 തൊട്ട് -ഇൻഫിനിറ്റി വരെ ആവാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെങ്കിലും നമുക്ക് എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സിനെ 0 എന്തല്ല പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, 0 10 മാറി വരാം. പക്ഷെ നമുക്ക് എന്തേ വരുള്ളൂ? ഇപ്പം നമ്മൾ കൂടുതലും പറയണത് ഇങ്ങനെയാണ്: 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്തായിരിക്കും? ഒരു വാല്യൂവും -1 തൊട്ട് അതല്ലെങ്കിൽ 0യെക്കാളും വലിയ -1 എന്ന് പറയണ്ട, 0യെക്കാളും വലിയ വാല്യൂസ് തൊട്ട് 0നെക്കാളും ചെറിയ വാല്യൂസ് തൊട്ട് -ഇൻഫിനിറ്റി വരെ കിട്ടുന്നത് വേറൊരു നമ്പറും ആയിരിക്കും. അങ്ങനെ വിളിക്കുന്നതിനെ പറയുന്ന പേരാണ് മോഡുലസ് ഫംഗ്ഷൻ. അപ്പൊ ഞാനത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡുലസ് എടുക്കുന്ന -2ന്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? 2 തന്നെ കിട്ടും. അതാണ് കാര്യം. അതായത് ഇപ്പൊ -3യുടെ മോഡുലസ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ ഒരു നമ്പറിന്റെ നെഗറ്റീവ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് നമ്പറാണ്. അതാണ് മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ -2ന്റെ ഇതെടുത്ത മോഡുലസ് എടുത്താൽ 2 കിട്ടും. -3ന്റെ എടുത്താൽ 3 കിട്ടും. 2ന്റെ എടുത്താൽ 2 തന്നെ കിട്ടും. 3യുടെ മോഡുലസ് എടുത്താൽ എന്ത് തന്നെ കിട്ടും? 3 തന്നെ കിട്ടും. ഇത് ഞാൻ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഒരു V ഷേപ്പിലായിരിക്കും നമ്മൾ എന്ത് വരുന്നത്? ഗ്രാഫ് വരുന്നത്. അതിനാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ജസ്റ്റ് മോഡുലസ് എന്താണെന്ന് നമുക്കറിയാം.
അത് വെച്ചിട്ട് കുറച്ച് വാല്യൂസ് എടുത്ത് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഗ്രാഫ് പെട്ടെന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതും അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ച മോഡുലസ് ഫംഗ്ഷൻ പോലെ തന്നെ. ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ 0, അതായത് 1 to 0 വരെ, 1 to ഇൻഫിനിറ്റി വരെ ഒരു വാല്യൂ, 0ക്ക് വേറൊരു വാല്യൂ, -1 to ഇൻഫിനിറ്റി വരെ വേറൊരു വാല്യൂ. ഇവിടെ -1 എന്ന് നമ്മൾ എടുത്ത് പറയുന്നില്ല. എന്താ പറയുന്നത്, 0യെക്കാളും ചെറിയ വാല്യൂസിന് 0യെക്കാളും ചെറിയ വാല്യൂസ് വരുമ്പോൾ ഒരു വാല്യൂ കിട്ടും, എക്സ് ഒരു വാല്യൂ ആയിരിക്കും, എക്സിന് ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 0 വരുമ്പോൾ വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ എക്സ് എന്ന് കൊടുക്കാം, ഇവിടെ വൈ എന്ന് കൊടുക്കാം. ഇവിടെ അതായത് 0യെക്കാളും വലിയ വാല്യൂസ് വരുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്, ഇസഡ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 3നും 3 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. 3 വാല്യൂസ് ആയിരിക്കില്ല, ഇവിടെ 0 വരുമ്പോൾ 0 തന്നെ ആയിരിക്കും ആൻസർ വരുന്നത്. അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എന്താ ഇവിടെ നോക്കുമ്പോൾ എന്താണ് റേഞ്ച് എത്രയാണ്, -1, 0, 1 ആണ്. അപ്പം -1 വരുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ, 1 -1 വരുമ്പോൾ ഉള്ള ഗ്രാഫ് y -1 വരുമ്പോൾ എന്തായിരിക്കും ഗ്രാഫ് വരുന്നത്, ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. x y എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, ഇതായിരിക്കും കിട്ടുന്നത്. അതായത് 0യെക്കാളും മേളിൽ ഏത് വാല്യൂ എടുത്താലും, ഇപ്പൊ 2 എടുത്താലും നമുക്ക് എന്താ കിട്ടുള്ളൂ, 1 കിട്ടുള്ളൂ. അടുത്ത് 3 എടുത്താലും, എക്സിന് പകരം 3 എടുത്താലും നമുക്ക് എന്താ കിട്ടുള്ളൂ, 1 കിട്ടുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് പറഞ്ഞില്ലേ, അതാണ് പോസിറ്റീവിൽ ഇവിടെ വന്നത്. അപ്പൊ പോസിറ്റീവിൽ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരും, അതേപോലെ തന്നെ നെഗറ്റീവിൽ വേറൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരും. 0ന്റെ എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ ഗ്രാഫ് എങ്ങനെയാ വരുന്നത്, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കൂല, ഇതൊന്നും വേണ്ട, ഇതെങ്ങനെ വരച്ചാലും മതി. മൈനസ് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് നമ്പേഴ്സ് ആകുമ്പോൾ എല്ലാം -1ഓ -2ഓ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഇവിടെ മൈനസ് വരുമ്പോൾ എല്ലാത്തിനും ഒരു വാല്യൂവും, പോസിറ്റീവ് വരുമ്പോൾ എല്ലാത്തിനും വേറൊരു വാല്യൂവും, 0 വരുമ്പോൾ 0 തന്നെ. അങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് സിഗ്നം ഫംഗ്ഷൻ. ഇതെല്ലാം ജസ്റ്റ് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അടുത്ത് നമുക്ക് വരുന്നതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പഠിച്ചതിൻ്റെ തന്നെ കുറെ കൂടെ വേറെ വാല്യൂസ്, അതായത് ഇവിടെ 0, 1, അങ്ങനെ ഇവിടെ ഞാൻ -1, 0, 1, 2, ഇവിടെ -2 ഒക്കെ എഴുതുകയാണ്. ഇതിൻ്റെ ഇടയിൽ എല്ലാത്തിനും എക്സ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ ഇടയിൽ എല്ലാത്തിനും വൈ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ ഇടയിൽ എല്ലാത്തിനും ഇസഡ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, ഇതിൻ്റെ ഇടയിൽ എല്ലാത്തിലും എ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതായത് ഇത്രയും ഗ്യാപ്പിന്റെ ഇടയിൽ ഏത് എക്സിന് പകരം ഏത് നമ്പർ വന്നാലും അതിന്റെ എല്ലാം വാല്യൂ എക്സ് ആയിരിക്കും. ഇത് എക്സ് വേണ്ട, അപ്പൊ അവിടെ ഡി ആയിരിക്കും. അതായത് എക്സിന് ഏത് വാല്യൂ ആണോ ഇവിടെ മാറി വരുന്നത്, അപ്പൊ അതിന്റെ ആൻസർ ഡി ആയിരിക്കും. -1 തൊട്ട് 0 വരെയുള്ള ഏത് നമ്പറാണോ എക്സിന് വരുന്നത്, അപ്പൊ അവിടുത്തെ വാല്യൂ വൈ ആയിരിക്കും. അങ്ങനെ ഓരോ സോണിലും ഓരോ ആൻസർ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും, ഈ -1 തൊട്ട് ഈ -1 ഇവിടെ 0 to -1 വരുമ്പോൾ എക്സിന്റെ വാല്യൂ 0 to -1 വരുമ്പോൾ വൈന്റെ വാല്യൂ എന്ത് തന്നെ, -1 തന്നെ. അത് കഴിഞ്ഞിട്ട് എക്സിന്റെ വാല്യൂ -1 തൊട്ട് 2 വരെ വന്നപ്പോൾ വൈന്റെ വാല്യൂ എന്തായി, -2 ആയി. അതേപോലെ തന്നെ എക്സിന്റെ വാല്യൂ -2 തൊട്ട് 3 വരെ വന്നപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായി, ഇവിടെ എന്ത് വന്നു, -3 വന്നു. ഇവിടെ ഈ ഡോട്ട് ഇട്ടേക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഡോട്ട് ഉദ്ദേശിക്കുന്ന ഈ പോയിന്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ ഈ പോയിന്റ് അവിടെ എന്ത് ചെയ്യത്തില്ല, ഇൻക്ലൂഡ് ചെയ്ത് വരത്തില്ല. അത് കാണിക്കാനാണ് അവിടെ ഡോട്ട് വന്നേക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ പോസിറ്റീവിലും വരച്ചേക്കുന്നത്. അപ്പൊ ഇത് ഒരു സ്റ്റെപ്പ് പോലെ ആയിരിക്കും എന്ത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. ഇപ്പൊ ചിലപ്പം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പറയും, ഈ ഫംഗ്ഷന്റെയൊക്കെ ഗ്രാഫ് വരയ്ക്കാൻ വേണമെങ്കിലും പരീക്ഷയ്ക്ക് എക്സാമിന് നമുക്ക് ചോദിക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്താണ് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാൻ പോകുന്നത്. ആൽജിബ്രിക് ഫംഗ്ഷന്റെ നമ്മൾ നേരത്തെ പഠിച്ചത് സെറ്റിൽ നമ്മൾ പഠിച്ചു, അഡീഷനും സബ്ട്രാക്ഷനും. അതേപോലെ ഫംഗ്ഷൻസിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെയാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ രണ്ട് ഫംഗ്ഷൻ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ സാധാ പോലെ തന്നെ നമ്മളിപ്പോൾ എഴുതണമെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, അതാണ് രണ്ട് ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻ ഏത് വേണോ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. സാധാരണ നമ്മൾ ചെയ്യുന്ന അഡീഷൻ തന്നെയാണ്, രണ്ട് ഫംഗ്ഷനും കൂടെ കൂട്ടിയണത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, എഫ് മൈനസ് ജി ഓഫ് എക്സ്. അത് നമ്മൾ കുറയ്ക്കാണത്. അടുത്ത് എ എഫ് ഓഫ് എക്സ്, അതായത് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കോമൺ ഇൻറ്റ്
ഒരു കോമൺ നമ്പർ എഫ് ഓഫ് എക്സിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തെടുത്തിട്ട് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായിട്ട് നോക്കാം. ഇതെല്ലാം ഇപ്പം അറിഞ്ഞു വെച്ചാൽ മതി. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. അടുത്ത് ഇതേപോലെ ഡിവിഷൻ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ബൈ ജി ഓഫ് എക്സ്. ഇതെന്താണെന്ന് നമുക്കിപ്പം ഈ ഫോർമുല പറയുമ്പോൾ മനസ്സിലാവത്തില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതെല്ലാം എങ്ങനെയാണെന്ന് മനസ്സിലാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതെല്ലാം കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഇതെന്താണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ എന്ന്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട് 2x + 1 എന്ന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുമ്പോൾ ഒന്നുമില്ല, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എന്തെന്ന് കിട്ടും? ആദ്യം എക്സ് സ്ക്വയർ വരും, പിന്നെ ഇത് എന്ത് വരും? 2x വരും, +1 വരും. ഇതാണ് എന്ത്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 എന്ന് വരും. കാരണം ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് 2x + 1 എന്നാണ്. ഈ മൈനസ് ഇവിടെയും പോവും, ഇവിടെയും പോവും. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1 എന്ന് വരും. ഇനി അടുത്തതുപോലെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇൻറ്റു 2x + 1. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x³ + x സ്ക്വയർ എന്ന് കിട്ടും. 2x³ + x സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്ത് ഡിവൈഡ്. അപ്പം എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ ജി ഓഫ് എക്സ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് x² / 2x + 1. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെ തന്നെ എഴുതാനേ പറ്റത്തുള്ളൂ. ഇവിടെ എന്താവാൻ പാടില്ല? എക്സിന്റെ വാല്യൂ എന്താവും? നോട്ട് ഈക്വൽ ടു എത്രയായിരിക്കണം? -1/2 ആയിരിക്കണം. എക്സിന്റെ വാല്യൂ ഇവിടെ -1/2 വന്നാൽ ഇവിടെ എന്തായി പോകും? 0 ആയി പോകും. ഇവിടെ 0 ആയാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇപ്പൊ ഇൻഫിനിറ്റി എന്ന് വരാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ എക്സിന്റെ വാല്യൂ എന്താവാൻ പാടില്ല? -1/2 ആവാൻ പാടില്ല. അതും കൂടെ എഴുതി വെക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ചെയ്യാനുള്ളത്. സിമ്പിൾ അല്ലേ? ഇതാണ് നമ്മൾ സാധാ അഡീഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പറയുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇതുകൊണ്ട് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്നൊക്കെ പറയുമെങ്കിൽ സാധാ അഡീഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് ഇതേപോലെ തന്നെ എക്സാമ്പിളിന് വേണ്ടി 2 ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് നമുക്ക് ഫോർമുല ഒന്നും എഴുതണ്ടല്ലോ, അല്ലാതെ ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇതേ പ്ലസ് ഇത്. അപ്പോൾ എന്ത്? √x + x. ഇതിനെ വേണമെങ്കിൽ x + x+x⁻² എന്ന് എഴുതാം. ഈ √x എങ്ങനെ എഴുതാം? x⁻² എന്ന് എഴുതാം. എക്സിനെ എക്സ് എന്ന് തന്നെ എഴുതി. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത്ര എഴുതിയാലും മതി. ഇനി അടുത്ത് എഫ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് മൈനസ് ജി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? √x - x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ -x + x⁻² എന്ന് എഴുതാം. ഇതൊക്കെ എഴുതണം നിർബന്ധമില്ല, ഇത് എഴുതിയാലും മതി കേട്ടോ. ഇനി അടുത്ത് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? √x ഇൻറ്റു എക്സ്. √x-നെ എങ്ങനെ എഴുതാം? x⁻² എന്ന് എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ x⁻1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. ഇതൊക്കെ നമ്മൾ 9 പഠിക്കുന്ന ഫോർമുലയാണ്. അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x⁻² + 1 എന്ന് വരും. x⁻² എന്ത് കിട്ടും? 3/2 എന്ന് ആൻസർ കിട്ടും. ഇനി എഫ് ബൈ ജി ഓഫ് എക്സ്. എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? √x/x എന്ന് വരും. √x എന്ന് പറഞ്ഞാൽ x⁻² / x⁻1 എന്ന് വരും.
എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം മൈനസ് എൻ ആണ്. ഈ ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് കിട്ടും, എക്സ് റൈസ് ടു ഹാഫ് മൈനസ് 1 എന്നായി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, എക്സ് റൈസ് ടു മൈനസ് 1/2 എന്ന് കിട്ടും. അതിന് വേണമെങ്കിൽ മൈനസ് റൂട്ട് എക്സ് എന്നാണെങ്കിൽ മൈനസ് റൂട്ട് എക്സ് എന്നല്ല, സോറി, മൈനസ് റൂട്ട് എക്സ് എന്നല്ല, ഇവിടെ പവറിലാണ് മൈനസ് പറഞ്ഞെങ്കിൽ നമുക്ക് അതിന് എങ്ങനെ എഴുതാം, 1/√x എന്ന് എഴുതാം. 1/√x എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ഇത്രേ ഉള്ളൂ. ഈ അവസാനത്തെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചുമ്മാ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇങ്ങനെ പവറൊക്കെ വരുമ്പോൾ മാത്രം ആലോചിച്ചാൽ മതി. പവർ വരുമ്പോൾ ഇവിടെ ഹാഫ് വന്നുകൊണ്ട് ഹാഫ് മൈനസ് 1 എന്ന് വന്നു. അപ്പോൾ എക്സ് റൈസ് ടു മൈനസ് 1 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും എ റൈസ് ടു മൈനസ് എമ്മിന് നമുക്ക് എങ്ങനെ എഴുതാം, 1/a റൈസ് ടു എം എന്ന് എഴുതാം. ഇതൊക്കെ എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നതാണ് 9ാം ക്ലാസ്സിൽ. അപ്പം അതേ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 1/√x എന്ന് എഴുതാം. ഈ 1/2 തന്നെയാണ് എക്സ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, 1/x റൈസ് ടു 1/2 എന്ന് വേണമെങ്കിലും എഴുതാം. അതിന് പകരമാണ് 1/√x എന്ന് എഴുതിയത്. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ പകുതി കൂടുതലും എളുപ്പമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിൽ അത്യാവശ്യം പാടായിട്ടുണ്ടായിരുന്ന കുറേ ചാപ്റ്റർ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒണ്ടും സിമെട്രിക് ഒക്കെ വരുമ്പോൾ കുറച്ച് പാടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് വലിയ പാടില്ലാത്തൊരു ചാപ്റ്ററാണ്. എല്ലാവർക്കും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത്.